ഹലോ ഹായ് അസ്സലാമലൈക്കും നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കെമിക്കലുകളൊന്നും ഇല്ലാതെ നമ്മളുടെ മുഖവും കൈയും കഴുത്തൊക്കെ നല്ല നിറം വെപ്പിക്കാനുള്ളതും നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ സുന്ദരിയായി പോകാനുള്ളൊരു ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് പൈസ കൊടുത്ത് ഒരു സാധനം മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ക്യാരറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കൊണ്ട് ഞാൻ 3 തരത്തിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല സുന്ദരിയായിട്ട് തന്നെ നമുക്ക് പുറത്ത് പോവാം. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ക്യാരറ്റാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് ഒരു ചാറ് മാത്രം മതി നമ്മൾക്ക്. അപ്പോൾ അത് നമ്മൾക്കൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഏത് സമയത്തും നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രിക്കാണ്. തന്നെയല്ല നമ്മളുടെ മുഖത്തിനൊക്കെ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ കുറച്ച് ക്യാരറ്റ് ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ ചെറിയ 2 ബൗൾ എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വാസ്ലിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ വാസ്ലിനൊന്ന് നമുക്ക് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂടാക്കി എടുത്തതിലേക്ക് നമുക്ക് ക്യാരറ്റ് ജ്യൂസ് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു ക്യാരറ്റ് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതോടുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് 2 ഭാഗമായിട്ട് തിരിയില്ല. പിന്നെ ചില സമയത്ത് അത് സെറ്റാവാതൊക്കെ വരും. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് ആ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജ്യൂസ് തണുപ്പുള്ളതായതുകൊണ്ട് അത് ഇങ്ങനെ വാസലിൽ ഒന്നുകൂടെ കട്ടായി. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു തിരിയെടുത്ത് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കെമിക്കലിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മുഖത്തെ ഡാർക്കും അതേപോലെ തന്നെ പുള്ളികളും അതേപോലെ കാര വരുന്നതൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് അലോവേര ജെല്ലാണ് എടുക്കുന്നത്. നമുക്ക് ഫ്രഷ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തതാണ് വാങ്ങിക്കാറ്. അപ്പോൾ കുറച്ച് അലോവേര ജെല്ല് കൂടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്കൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസും അതേപോലെ തന്നെ ഈ അലോവേര ജെല്ല് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഒന്ന് യോജിക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, അലോവേര ജെല്ലും അതേപോലെ ക്യാരറ്റൊക്കെ മുഖത്തിനും കൈക്കും കാലിനൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ കഴുത്തിലുള്ള കറുപ്പൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കഴുത്തിലും മുഖത്തും കയ്യുമലൊക്കെ നമ്മൾക്കിത് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും അതേപോലെ കഴുത്തിലെ ആ കറുപ്പൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. നമ്മളുടെ മുഖത്ത് വെയിൽ കൊണ്ടിട്ടുള്ള ആ കരിവാളിപ്പിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് അലോവേര ജെല്ലും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇനി നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം, നമുക്ക് ആവശ്യമാവുന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കാനായിട്ട്. ഇനി ഞാൻ ബാക്കി വന്നൊരു കഷ്ണം ക്യാരറ്റ് കൊണ്ട് ഞാനൊരു സോപ്പ് കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിതിനൊന്നും അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ ബ്യൂട്ടി നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എളുപ്പമായിട്ട് തന്നെ സുന്ദരിയാവാം. അപ്പോൾ ഞാൻ പിയേഴ്സ് സോപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുഖത്തൊക്കെ തേക്കുമ്പോൾ ഏറ്റവും നല്ലത് പിയേഴ്സ് സോപ്പാണ്, നമുക്ക് മുഖത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഞാനൊരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് അരിഞ്ഞു കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കുന്നതിലേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് മൾട്ടാക്കി എടുക്കുന്നുണ്ട്.
ഞാൻ ക്യാരറ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു തരിതരിയോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികം ഉള്ളതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സോപ്പിലേക്ക് നമുക്ക് മുഖമൊക്കെ നല്ല ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്ത് ഇപ്പോൾ നമ്മളുടെ സോപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊക്കെ ഒരു മാസത്തിനുണ്ട് നമുക്ക് ഈ സോപ്പൊക്കെ നമുക്ക് ഡെയിലി നമുക്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ വേറൊരു സോപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ക്യാരറ്റും അതേപോലെ ഈ കുങ്കുമപ്പൂവൊക്കെ നമ്മളുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കുളിക്കുമ്പോഴായാലും കുളി കഴിഞ്ഞിട്ടായാലും പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ ഇതേപോലെ ഒരു ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതാക്കി കഷ്ണിച്ച ഉരുളക്കിഴങ്ങ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിധം നിങ്ങൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ചോറ് കൊടുത്തേക്കാനൊക്കെ ഏറ്റവും ടേസ്റ്റാണ്. വേറൊരു സാധനം നമ്മൾക്ക് ഇതൊക്കെ കൂടെ കഴിക്കാൻ വേണ്ട, കുട്ടികൾക്കൊക്കെ നല്ലതുമാണ്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണയിലും ആ ഒരു മുളക് പൊടിയിലും ഉപ്പിലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ടത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമ്മൾ കയ്യിലുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്നുള്ളത്. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കണം. മൊരിച്ചെടുക്കാം. അപ്പോൾ അത് മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മളുടെ ബീൻസ് അരിഞ്ഞു വെച്ചത് അതും ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ വെന്ത് വന്നിരിക്കുന്നതിലേക്ക് നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി വെറൈറ്റി ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കാനൊക്കെ വേറൊരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും നമുക്ക് വെറൈറ്റി കറികളും ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ബ്യൂട്ടി ടിപ്സും അതേപോലെ നല്ലൊരു മെഴുക്ക് പുരട്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.